പ്രായപൂർത്തിയായാൽ ശാരീരികവും മാനസികവുമായ വളർച്ചയുണ്ടാകുമോ? തീർച്ചയായും പ്രായപൂർത്തിയാകുമ്പോൾ സ്ത്രീകളിൽ ശാരീരികവും മാനസികവുമായ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ശാരീരിക വളർച്ച, പ്രത്യുൽപാദന ശേഷി തുടങ്ങിയവയിൽ മാറ്റങ്ങൾ വരുന്നു. മാനസികമായി വികാരങ്ങൾ, ചിന്തകൾ, സാമൂഹികമായ പെരുമാറ്റം എന്നിവയിലും വളർച്ചയും മാറ്റങ്ങളും പ്രകടമാകും. ഇതുകൊണ്ടാണ് ഇസ്ലാം പ്രായപൂർത്തിയാവുന്നതാണ് വിവാഹത്തിനുള്ള മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നത്. പിന്നെ നബിയുമായി ഇവിടെ കാക്ക എന്ത് ചെയ്ത് വെച്ചാലേ ശൈശവ വിവാഹത്തെ, ബാലവിവാഹത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ജെമിനിനെ കൂട്ടുപിടിച്ചിരിക്കുക. അപ്പോൾ അവിടെ ജെമിനിനെ കൂട്ടുപിടിക്കുമ്പോൾ കാക്ക ചെയ്യുന്ന ചെറിയൊരു കള്ളത്തരമുണ്ട്. കാക്ക ജെമിനിനോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ജെമിനി പ്രായപൂർത്തിയായാൽ ശാരീരികവും മാനസികവുമായി പക്വത വരുമോ എന്നാണ്. അപ്പോൾ ഈ പ്രായപൂർത്തി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് വ്യക്തമാകുന്നത് എന്നുള്ള ശരിക്കും ഈ കാക്ക ജെമിനിക്ക് പറയണില്ല. പ്രായപൂർത്തി പറയുമ്പോൾ ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശമാണെന്ന് നമ്മൾ പറയും. പ്രായപൂർത്തിയായവർക്കുള്ള വോട്ടവകാശം അത് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞാലാണ്. അപ്പോൾ പ്രായപൂർത്തി എന്നുള്ളത് പറയുമ്പോൾ അതിലൊരു വ്യക്തത ഇല്ല. പക്ഷെ ഇവിടെ കാക്ക ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, പ്യൂബർട്ടി ആയാൽ പക്വത വരും. അതായത് ഒരു പെൺകുട്ടി ഋതുമതി ആയി കഴിഞ്ഞാൽ പക്വത വരും, ആ സമയത്ത് കല്യാണം കഴിക്കാമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമമെന്നും അതുകൊണ്ട് ഈ ബാലവിവാഹത്തെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് ജെമിനിയെ കൂട്ടുപിടിക്കുകയാണ് ചെയ്തത്. എന്നാൽ നമുക്കിത് വ്യക്തമായിട്ട് ജെമിനിയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അതായത് ഈ പ്യൂബർട്ടി ആവുന്നത് ശാരീരികവും മാനസികവുമായി പക്വതയ്ക്കുള്ള തെളിവാണോ എന്നും അത് വിവാഹത്തിന് മാനദണ്ഡമാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ജെമിനിനോടൊന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ ജെമിനി എന്താണ് ഉത്തരം പറയുന്നത് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ കാക്കവിടെ ജെമിനിനെ കൂട്ടുപിടിച്ച് നടത്തിയ ചെറിയൊരു തട്ടിപ്പ് നമുക്ക് ജെമിനിനോടൊന്ന് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ജെമിനി, ഈ പ്യൂബർട്ടി ആവുന്നത് ശാരീരികവും മാനസികവുമായ പക്വത വന്നു എന്നുള്ളതിന് തെളിവാണ്. ഇത് നമുക്ക് വിവാഹത്തിനുള്ള മാനദണ്ഡമാക്കി എടുക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞുതരുമോ ജെമിനി? ഒരിക്കലുമില്ല. ഒരു പെൺകുട്ടി ഋതുമതിയായി പ്യൂബർട്ടി എന്നത് ഒരു കാരണവശാലും പക്വതയുടെ ലക്ഷണമായോ വിവാഹത്തിനുള്ള മാനദണ്ഡമായോ കണക്കാക്കാൻ പാടില്ല. ഇത് ശാസ്ത്രീയമായും നിയമപരമായും തെറ്റായ ഒരു ധാരണയാണ്. ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റുകൾ താഴെ പറയുന്നവയാണ്. 1. ജൈവികമായ മാറ്റം മാത്രം. ബയോളജിക്കൽ ചേഞ്ച്. ഋതുമതിയാകുന്നത് ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. ഇതിനർത്ഥം ആ കുട്ടിയുടെ ശരീരം പ്രത്യുൽപാദനത്തിന്, റീപ്രൊഡക്ഷൻ തയ്യാറെടുക്കുന്നു എന്ന് മാത്രമാണ്. എന്നാൽ ഒരു കുടുംബം നയിക്കാനോ പ്രസവിക്കാനോ ഉള്ള ശാരീരികവും മാനസികവുമായ വളർച്ച ആ പ്രായത്തിൽ ഉണ്ടാകില്ല. 2. മാനസിക പക്വത. മെന്റൽ മെച്ചോറിറ്റി. പക്വത എന്നത് ഒരാളുടെ ചിന്താഗതിയും വിവേകവുമാണ്. ശാസ്ത്രീയ പഠനങ്ങൾ അനുസരിച്ച് മനുഷ്യന്റെ തലച്ചോറിലെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഭാഗം പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് പൂർണ്ണമായി വികസിക്കുന്നത് 25 വയസ്സിനോട് അടുക്കുമ്പോഴാണ്. 12ഓ 13ഓ വയസ്സിൽ അപ്പോൾ ചോദ്യം ചോദിക്കേണ്ട പോലെ ചോദിച്ച ജെമിനി അതിനുള്ള ഉത്തരം പറയും. അപ്പോൾ ഇവിടെ ഈ ജെമിനിയോട് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ശാരീരികമായും മാനസികമായും പക്വത ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഉഡായിപ്പ് പരിപാടി നടത്തിയതിന് ശേഷം എന്ത് ചെയ്യാൻ പോവാണ്? ഈ ശൈശവ വിവാഹത്തേക്ക് ന്യായീകരിക്കാൻ പോവാ. അപ്പോൾ കാക്കനോട് നിങ്ങൾക്ക് ഒരു ചോദ്യമുള്ളൂ. നിങ്ങൾ ഈ ശൈശവ വിവാഹത്തേക്ക് ന്യായീകരിക്കണ്ടല്ലോ, നിങ്ങളെ സ്വന്തം മകളെയോ പെങ്ങളെയോ ഒക്കെ 10 വയസ്സുള്ളപ്പോൾ 12 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുമോ? അത് ആലോചിച്ചാൽ പോരെ. അപ്പോൾ ഇങ്ങനത്തെ ന്യായീകരണത്തിനൊക്കെ നടക്കുമ്പോൾ അതുകൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്.